അണക്കര 7-ാം മൈൽ കേന്ദ്രമായി ജാലകം പബ്ലിക് ലൈബ്രറിയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സോഷ്യൽ മീഡിയയുടെയും സാങ്കേതിക വിദ്യയുടെയും അതിപ്രസരം മൂലം അന്യമായിക്കൊണ്ടിരിക്കുന്ന വായനാശീലത്തെ തിരികെ പിടിക്കുന്നതിനും പുസ്തകങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അണക്കര കേന്ദ്രമായി ജാലകം പബ്ലിക് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. ലൈബ്രറിയുടെ പുതിയ ഓഫീസ് അണക്കര 7-ാം മൈൽ തിയേറ്റർ ജംഗ്ഷനിൽ വേങ്ങമൂട്ടിൽ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് നിർവഹിച്ചു. ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. വായിക്കുന്നത് മാത്രമേ മനസ്സിൽ നിൽക്കുള്ളൂ, അല്ലേ? മറ്റെല്ലാം തന്നെ കണ്ടു പറയും. അതാണ് വായനയുടെ പ്രത്യേകത. ചരിത്രത്തെ നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ വായനയിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന അറിവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ പ്രസക്തി എക്കാലം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക്, പ്രദേശത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് പുതിയ തലമുറയെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നത് തന്നെ അനിവാര്യമാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് R. തിലകൻ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. CS ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലായി 100 കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരമാണ് വായനശാലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ലൈബ്രറി പ്രസിഡന്റ് KC ബാലകൃഷ്ണൻ, സെക്രട്ടറി മെറീന ജോൺ, ലൈബ്രറിയൻ അനീഷ് ബാബു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.